സ്റ്റഡി ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 3ാമത്തെ ചാപ്റ്ററായ ലാൻഡ് ഗ്രാൻസ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 പാട്ടുകളിലായിട്ട് അതേപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന ഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ആർട്സ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു. അവരുടെ മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, ക്ഷേത്ര വർക്കുകളെ പറ്റിയൊക്കെയായിരുന്നു ആർട്സിൽ പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചറിനെ പറ്റിയാണ്. Literature during the Gupta period. Sanskrit literature received royal patronage during the Gupta period. ഗുപ്ത കാലഘട്ടത്തിൽ സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനമാണ് ലഭിച്ചിരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് ദി ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഭരണഭാഷ എന്തായിരുന്നു? സാൻസ്കൃത് തന്നെയായിരുന്നു ഭരണഭാഷയും. ബുദ്ധിസ്റ്റ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ സാൻസ്ക്രിറ്റ്. ബുദ്ധമതക്കാർ ഉപയോഗിച്ചിരുന്നത് പാലി ഭാഷയാണെങ്കിലും അവരും എഴുതി തുടങ്ങി, സാൻസ്ക്രിറ്റിലേക്ക് എഴുതി തുടങ്ങി. ദ രാമായണ, ദ മഹാഭാരത ആൻഡ് ദി മോസ്റ്റ് ഓഫ് ദി പുരാണാസ് വെർ കോഡിഫൈഡ് ഇൻ റിട്ടൺ ലാംഗ്വേജ്. മഹാഭാരതവും രാമായണവും അതുപോലെയുള്ള പുരാണങ്ങളുമൊക്കെ കോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിട്ടപ്പെടുത്തിയെടുത്തത്, വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് ചിട്ടപ്പെടുത്തിയെടുത്തതൊക്കെ ഇക്കാലത്ത് തന്നെയാണ്. അതും സാൻസ്കൃത് ഭാഷയിലാണ്. സംസ്കൃത ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം അവർ നൽകിയിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഇനി അവരുടെ സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണങ്ങൾ, ഡിക്ഷണറികൾ തുടങ്ങിയവ ഇക്കാലത്ത് രചിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ട ചിലതൊക്കെ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അഭിജ്ഞാന ശാകുന്തളം എഴുതിയതാരാണ്? കാളിദാസൻ. അതെന്തായിരുന്നു? നാടകമായിരുന്നു. അടുത്തത് കുമാരസംഭവം. അത് എഴുതിയിരിക്കുന്നത് ആരാണ്? കാളിദാസൻ തന്നെയാണ്. അതൊരു കാവ്യമാണ്. അടുത്തത് മൃച്ഛകടികം. അത് എഴുതിയിരിക്കുന്നത് ആരാണ്? ശൂദ്രകനാണ്. അതൊരു നാടകമാണ്. അടുത്തത് സ്വപ്നവാസവദത്തം. അത് എഴുതിയിരിക്കുന്ന ഫാസനാണ്. അതൊരു നാടകമാണ്. അടുത്തത് ത്രികാണ്ഡി. അത് എഴുതിയിരിക്കുന്നത് ഭർതൃഹരിയാണ്. അതൊരു വ്യാകരണ പുസ്തകമാണ്. അടുത്തത് അമരകോശം. അത് അമരസിംഗനാണ് എഴുതിയിരിക്കുന്നത്. അതൊരു നിഘണ്ടുവാണ്. ഇതൊക്കെയാണ് ആ കാലത്ത് രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട നാടകങ്ങളും പോയംസും ഡിക്ഷണറികളും ഒക്കെ. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് സംസ്കൃത നാടകങ്ങളൊക്കെ ലോകപ്രസിദ്ധമാണെങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സാഹിത്യഭാഷ സംസാരിച്ചിരുന്നുള്ളൂ. രാജ്ഞിയടക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായി കണക്കാക്കപ്പെട്ട ജാതിയിലെ പുരുഷ കഥാപാത്രങ്ങളുമൊക്കെ പ്രാകൃത ഭാഷ തന്നെ പറയണമായിരുന്നു. അങ്ങനെ ഒരു വിവേചനം അവിടെ നിലനിന്നിരുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. വാട്ട് വെയർ ദ ഡിസ്ക്രിമിനേഷൻ വി ക്യാൻ സീ ഇൻ ദ ഡ്രാമാസ് ഓഫ് ഗുപ്ത പീരീഡ്. ഗുപ്ത പീരീഡിലെ ഡ്രാമകളിൽ കണ്ടിരുന്ന വിവേചനം എന്ത്? ഇൻ സാൻസ്കൃത് ഡ്രാമ അപ്പർ കാസ്റ്റ് മെയിൽ ക്യാരക്ടർ സ്പോക്ക് ഇൻ സാൻസ്കൃത്. വുമൺ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ക്യൂൻ ആൻഡ് മെയിൽ ക്യാരക്ടേഴ്സ് belong to caste considered lower used only പ്രാകൃത് ലാംഗ്വേജ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്. അതായത് സംസ്കൃതത്തിലെ നാടകങ്ങളിൽ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമാണ് സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നത്. രാജ്ഞിയടക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായി കണക്കാക്കപ്പെട്ട ജാതിയിലെ പുരുഷ കഥാപാത്രങ്ങളും ഒക്കെ പ്രാകൃത ഭാഷ തന്നെയാണ് സംസാരിച്ചിരുന്നത്. അടുത്തതായിട്ട് ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനപ്പെട്ട ചില ദർശനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. അതിനെ 6th സിസ്റ്റം ഓഫ് ഫിലോസഫി എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പരസ്പര സംവാദങ്ങളിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്നതാണ് ഈ ദർശനങ്ങളും അവയുടെ വക്താക്കളെയൊക്കെ നമുക്കിനി അടുത്തതായിട്ട് പരിചയപ്പെടാം. ഈ 6th സിസ്റ്റം ഓഫ് ഫിലോസഫി, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൗണ്ടേഷൻ ഫോർ ദി ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ട് ഓൾസോ വെയർ ഫോർമുലേറ്റ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. ഇൻ വാട്ട് നെയിം ദിസ് ഫിലോസഫി ഈസ് നോൺ ആസ്. എന്ത് പേരിലാണ് ഇതറിയപ്പെട്ടതെന്നാണ്? ദ 6th സിസ്റ്റം ഓഫ് ഫിലോസഫി. ആ പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ വക്താക്കൾ ആരാണെന്ന് നോക്കാം. ആദ്യമായിട്ട് സംഖ്യയുടെ വക്താവ് ആരാണ്? കപില. അടുത്തത് യോഗ ആരുടെയാണ്? പതഞ്ജലി. അടുത്തത് ന്യായ ഗൗതമ എന്നാണ് അതിൻ്റെ വക്താവിൻ്റെ പേര്. അടുത്തത് വൈശേഷിക, അത് കണാദൻ്റെയാണ്. അടുത്തത് വേദാന്തയുടേത്
വദരായണ. അടുത്തത് മീമാംസ, അത് ജൈമിനിയുടേതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഗുപ്ത കാലഘട്ടത്തിലെ സയൻസിനെ പറ്റിയാണ്, അതായത് ശാസ്ത്രത്തെ പറ്റി. ഗുപ്തകാലത്ത് ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ ഇഷ്ടംപോലെ രചിക്കപ്പെട്ടിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലൊക്കെ അവർ അഗ്രഗണ്യരായിരുന്നു. വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിതയും ആര്യഭടൻ്റെ ആര്യഭടീയവും അമരസിംഗൻ്റെ അമരകോശവും ഒക്കെ ഇക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാന ഗ്രന്ഥങ്ങളായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. ഇമ്പോർട്ടൻ്റ് ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൃഹത് സംഹിത അതാരുടെയാണ്? വരാഹമിഹിരയുടെയാണ് ബൃഹത് സംഹിത. ആര്യഭടീയം അതാരുടെയാണ്? ആര്യഭട്ടൻ്റെയാണ്. അമരകോശം ആരുടെയാണ്? അമരസിംഹയുടെയാണ്. ദ മോസ്റ്റ് ഓഫ് ദി ബുക്സ് വെയർ ഓൺ അസ്ട്രോണമി, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ. ഈ രംഗങ്ങളിലെല്ലാം, അതായത് ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും വൈദ്യശാസ്ത്രത്തിലുമൊക്കെ അവർക്ക് അവരുടേതായ വ്യക്തിമുദ്രകൾ അവർ പതിപ്പിച്ചിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ടു ദ ഫീൽഡ് ഓഫ് സയൻസ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തിൽ സയൻസിൽ നിന്നും എന്തൊക്കെ സംഭാവനകളാണ് അവർ നൽകിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: മെയ്ഡ് കൺസിഡറബിൾ പ്രോഗ്രസ് ഇൻ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി. മാത്തമാറ്റിക്സിലും അസ്ട്രോണമിയിലുമൊക്കെ വലിയ പുരോഗമനം ഉണ്ടായിരുന്നു. ആര്യഭട്ട സജസ്റ്റഡ് ദാറ്റ് എർത്ത് റൊട്ടേറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് റിവോൾവ് റൗണ്ട് ദ സണ്ണ്. ഭൂമി സ്വയം അച്ചുതണ്ടി കറങ്ങുന്നുവെന്നും സണ്ണിനെ വലം വയ്ക്കുന്നു എന്നുള്ളതൊക്കെ വാദങ്ങളൊക്കെ ആര്യഭട്ട ഉന്നയിച്ചിരുന്നു. ഡെസിമൽ സിസ്റ്റം ഓഫ് സീറോയുടെ കണ്ടുപിടുത്തം സീറോ പ്രദാനം ചെയ്ത ആര്യഭട്ടയാണ്. ദേ ഡെവലപ്ഡ് ടെക്നോളജി ടു നോ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്. അവർക്ക് സോളാർ, ലൂണാർ ഇവയൊക്കെ മനസ്സിലാക്കാനുള്ള ടെക്നോളജികൾ അവർക്ക് അറിയാമായിരുന്നു. ഫേമസ് ആയുർവേദ മാസ്റ്റർ ധന്വന്തരി ബിലോങ് ദിസ് പീരീഡ്. ആയുർവേദ ആചാര്യനായിരുന്ന ധന്വന്തരിയും ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഇനി അടുത്തതായിട്ട് ഇവരുടെ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഡൽഹിക്കടുത്തുള്ള മെഹ്റോളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അയൺ പില്ലർ, അതിനെപ്പറ്റിയാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് ആ ബോക്സിനകത്ത്. അത് 4th സെഞ്ച്വറിയിൽ ഗുപ്ത പീരീഡിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഡൽഹിക്കടുത്തുള്ള മെഹ്റോളിയിലാണ് അതുള്ളത്. ഈ അയൺ പില്ലറിൻ്റെ പ്രത്യേകത, അത് ഇന്ന് വരെ ഇത്രയും വർഷങ്ങൾ കടന്നു പോയെങ്കിൽ ഇന്ന് വരെ തുരുമ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രത്യേകത ഇതിനടുത്തുണ്ട്. ഇനി അടുത്തതായിട്ട് സൗത്ത് ഇന്ത്യയെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയും അവിടുത്തെ വളർച്ചയും അഗ്രികൾച്ചറിലുള്ള വളർച്ചയും ട്രേഡിലുള്ള വളർച്ചയെ പറ്റിയൊക്കെയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. The practice of land grants spread in South India by the 6th century CE. Analyze the historical background of this. CE 6-ാം നൂറ്റാണ്ടോടെ ഭൂമിദാനം ചെയ്യുന്ന പതിവ് ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചു. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The practice of land grants spread to South India by the 6th century CE. This was due to the migration of Brahmins from north to south. ഇതിന് കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിലേക്കുള്ള ബ്രാഹ്മണരുടെ കുടിയേറ്റമാണ്. അടുത്തത് പല്ലവാസ് ആൻഡ് പാണ്ഡ്യാസ് വെർ ദി ഇമ്പോർട്ടൻ്റ് ഡൈനാസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദിസ് പീരിയഡ്. പല്ലവ രാജവംശവും പാണ്ഡ്യ രാജവംശവുമായിരുന്നു ഇക്കാലത്ത് സൗത്ത് ഇന്ത്യയിലെ പ്രധാന രാജവംശങ്ങൾ. ദേ ഗ്രാനേറ്റഡ് ലാൻഡ് to Brahmins and temples. As a result, the Brahmins attained high status in the South India society and economy. അതായത് അവർ ബ്രാഹ്മണർക്കും അമ്പലങ്ങൾക്കും ഒക്കെ ഭൂമി ദാനം ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് സൗത്ത് ഇന്ത്യയിലെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. അടുത്തത് ഗ്രാൻഡിങ് ഓഫ് ലാൻഡ് ടു ദ ബ്രാഹ്മിൻസ് ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദിസ് ഏരിയ. ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ കൃഷി വികസനത്തിന് കാരണമായി. അപ്പം ഇതാണ് ഭൂമി സൗത്ത് ഇന്ത്യയിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട്, ബ്രാഹ്മിൻസ് കൂടുതലായിട്ട് വരാൻ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പല്ലവ രാജാക്കന്മാരും പാണ്ഡ്യ രാജാക്കന്മാരുമൊക്കെ ഇവർക്ക് ലാൻഡ് ഗ്രാൻസ് ധാരാളമായി നൽകി, അമ്പലങ്ങൾക്കും ബ്രാഹ്മിൻസിനുമൊക്കെ. അപ്പം അവിടെ അവരുടെ വലിയൊരു കുടിയേറ്റം നടന്നു. അടുത്തത് ഹൗ ഡിഡ് ലാൻഡ് ഗ്രാൻസ് ടു ബ്രാഹ്മിൻസ് ലീഡ് ടു ദിസ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ.
ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്തത് ഈ പ്രദേശങ്ങളെ കൃഷി വികസനത്തിന് കാരണമായത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ദ ബ്രാഹ്മിൺസ് നോളജ് ഓഫ് അഗ്രികൾച്ചർ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ് ഹെൽപ്ഡ് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. നമ്മൾ നേരത്തെയും പഠിച്ചിരുന്നതാണ്. കൃഷിയെക്കുറിച്ചും അതിൻ്റെ സാങ്കേതികവിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെയുള്ള ബ്രാഹ്മിൺസിൻ്റെ അറിവ് ഇവിടെ അഗ്രികൾച്ചർ വളരുന്നതിന് സഹായിച്ചു. കിങ് ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് എൻകറേജ്ഡ് അഗ്രികൾച്ചർ ബൈ ബിൽഡിംഗ് റിസർവേഴ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഈ രാജാക്കന്മാരും ഗ്രാമഭരണകൂടങ്ങളുമൊക്കെ ഈ സംഭരണികൾ നിർമ്മിക്കുന്നതിനും ജലസേചനത്തിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഈ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇതൊക്കെയാണ് ബ്രാഹ്മിൺസ് വന്നതുകൊണ്ടുള്ള അഗ്രികൾച്ചറിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ്. അടുത്തത് സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ റിസൾട്ടഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ട്രേഡ്. ഗിവ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. കൃഷിയുടെ ഉൽപ്പാദന മിച്ചം. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുപയോഗിച്ചതിന് ശേഷം മിച്ചം വരുന്നു. ഉൽപ്പാദന മിച്ചം വ്യാപാരത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. ഇതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർപ്ലസ് പ്രൊഡക്ഷൻ റിസൾട്ടഡ് ഇൻ ഗ്രോത്ത് ഓഫ് ട്രേഡ്. കൃഷിയുടെ ഉൽപ്പാദന മിച്ചം വ്യാപാരത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. അടുത്തത് മാരിടൈം ട്രേഡ് ഫ്ലോറിഷ്ഡ് എലോങ് വിത്ത് ഇൻറ്റേർണൽ ട്രേഡ്. ആഭ്യന്തര വ്യാപാരത്തിനൊപ്പം സമുദ്ര വ്യാപാരവും വളർന്നു. മഹാബലിപുരം വാസ് ദ ബിസി പോർട്ട് അണ്ടർ ദി പല്ലവാസ്. മഹാബലിപുരം പല്ലവ ഡൈനാസ്റ്റിയുടെ തിരക്കേറിയൊരു തുറമുഖമായിരുന്നു. അടുത്തത് നാഗപട്ടണം വാസ് അനദർ പോർട്ട് ഓഫ് ട്രേഡ്. അടുത്ത തുറമുഖം ഏതായിരുന്നു? നാഗപട്ടണമായിരുന്നു. പെപ്പർ, സാൻഡൽ, ഗോൾഡ് ആൻഡ് പേൾസ് വേർ ദി ചീഫ് ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ഫ്രം ദി പാണ്ഡ്യ കിങ്ഡം. കുരുമുളകും ചന്ദന, സ്വർണം, മുത്ത് എന്നിവയായിരുന്നു പാണ്ഡ്യന്മാരുടെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ട്രേഡ് വിത്ത് റോമൻ, ഗ്രീക്ക്, ചൈനീസ് ആൻഡ് അറബ് മർച്ചൻറ്റ് ത്രൂ ദ പോർട്ട്സ്. കോർക്കൈ, കായൽപട്ടണം ആൻഡ് പെരിയപട്ടണം. എന്താണ്? റോമൻകാരുമായിട്ടും ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരികളും ഒക്കെ ആയിട്ട് ഇവർക്ക് ഈ കച്ചവടം നടത്തിയിരുന്നു. അത് ഏത് വഴിയാണ്? കോർക്കൈ, കായൽപട്ടണം, പെരിയപട്ടണം തുടങ്ങിയ തുറമുഖങ്ങൾ വഴി ഇവർ ഈ റോമക്കാരും ഗ്രീക്കുകാരും ചൈന, അറബി വ്യാപാരികളുമൊക്കെ ആയിട്ട് കച്ചവടം നടത്തിയിരുന്നു. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ പല്ലവാസ് ആൻഡ് പാണ്ഡ്യാസ് കിങ്ഡം. പല്ലവന്മാരും പാണ്ഡ്യന്മാരും നടപ്പിലാക്കിയ ടാക്സ് സിസ്റ്റത്തെ പറ്റിയുള്ള ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് വെറൈറ്റി ഓഫ് ക്രാഫ്റ്റ് ബിക്കം ദ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദി പല്ലവാസ് ആൻഡ് പാണ്ഡവാസ് കിങ്സ്. കൃഷിയുടെ വ്യാപനവും വ്യാപാര വളർച്ചയും വ്യത്യസ്തമായ തൊഴിലുകളുമൊക്കെ പല്ലവ, പാണ്ഡ്യ രാജ്യങ്ങൾക്ക് നികുതി മാർഗങ്ങളായി മാറി. അടുത്ത ലാൻഡ് ഗ്രാൻസ് വാസ് ദി ചീഫ് സോഴ്സ് ഓഫ് ഇൻകം. ഭൂനികുതിയായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു ഇൻകം. People had to pay 1/10 to 1/6 of the produce as land tax. വിളവിൻ്റെ 10/1, 6/1 വരെയൊക്കെ നൽകണമായിരുന്നു അവർ. അതൊക്കെയായിരുന്നു അവിടുത്തെ നികുതി വ്യവസ്ഥകൾ. ദ ബ്രഹ്മദേയ ലാൻഡ് ഗ്രാൻഡഡ് ടു ടെമ്പിൾസ് ആൻഡ് ദി അഗ്രഹാരാസ് വെയർ എക്സെംപ്റ്റഡ് ഫ്രം ലാൻഡ് ഗ്രാൻസ്. ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ബ്രാഹ്മണർക്ക് താമസമാക്കിയ അഗ്രഹാരം എന്നിവയ്ക്കൊന്നും ഭൂനികുതി കൊടുക്കണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവരെ ഒഴിവാക്കിയിരുന്നു. ദോസ് എൻഗേജ്ഡ് ദ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ് ഹാഡ് ടു പേ ടാക്സ്. വ്യത്യസ്തമായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും ടാക്സ് അടയ്ക്കണമായിരുന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ ടാക്സ് സിസ്റ്റം. ഡിസ്കസ് ദി എക്കണോമിക് ചേഞ്ച് ബ്രോട്ട് അബൌട്ട് ബൈ ദി സ്പ്രെഡ് ഓഫ് ദി ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ഓഫ് സൗത്ത് ഇന്ത്യ. ലാൻഡ് ഗ്രാൻസ് വന്നപ്പോൾ സൗത്ത് ഇന്ത്യയിലുണ്ടായ സാമ്പത്തിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഗ്രോത്ത് ഇൻ ട്രേഡ്. അഗ്രികൾച്ചർ വളർന്നപ്പോൾ എന്ത് ചെയ്തു? ട്രേഡും വളർന്നു. അതൊരു സാമ്പത്തികമായ മുന്നേറ്റമായിരുന്നല്ലോ. ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ജലസേചന മാർഗ്ഗങ്ങളൊക്കെ പുതുതായിട്ട് അവർ കണ്ടുപിടിച്ചത്. പിന്നെ മഹാബലിപുരം ആൻഡ് നാഗപട്ടണം ബിക്കം വിസി പോർട്ട്സ്.
ഈ തുറമുഖങ്ങളായ മഹാബലിപുരവും നാഗപട്ടണവുമൊക്കെ കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. ബിസി ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരിയധികം വന്നു പോകുന്ന തുറമുഖങ്ങളായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ നിന്നൊക്കെയുള്ള ഇൻകം കിട്ടുന്നതനുസരിച്ച് സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം വന്നിരുന്നല്ലോ. ദ പാണ്ഡ്യാസ് ട്രേഡ് വിത്ത് റോമൻ, ഗ്രീക്ക്, ചൈനീസ് ആൻഡ് അറബ് മർച്ചൻറ്റ് ത്രൂ ദ പോർട്ട് ഓഫ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് പാണ്ഡ്യന്മാർ റോമൻകാരും ഗ്രീക്കുകാരും ചൈനീസുകാരും ഒക്കെ ആയിട്ട് ഈ തുറമുഖങ്ങൾ വഴി വളരെയധികം കച്ചവടങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായ സാമ്പത്തിക മുന്നേറ്റമൊക്കെയാണ് ഈ ലാൻഡ് ഗ്രാൻസ് മുഖേന സൗത്ത് ഇന്ത്യയിലുണ്ടായ സാമ്പത്തിക മാറ്റങ്ങൾ. ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയും കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.